Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സില് ഏതാ നിർത്തിയത്? തിരാദൈർഘ്യമൊക്കെ അല്ലേ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സുനാമി ചാകര പറഞ്ഞിരുന്നോ? ചാകര എടുത്തിരുന്നോ? മാം ലാസ്റ്റ് പറഞ്ഞത് ചാകര. ചാകര എടുത്തിരുന്നല്ലേ? ഓക്കെ. അപ്പൊ ഈ തിരമാലകളില് എന്താണ് ഈ തിരാദൈർഘ്യം എന്ന് പറയുന്നത്? തിരാദൈർഘ്യം, തിരാതടം, തിരോന്നതി ഒന്ന് പറഞ്ഞേ ആരെങ്കിലും. തിരാശിഖരം. തിരാശിഖരം എന്താ? തിരമാലയുടെ മുകളിലുള്ള ശിഖരം എന്ന് പറയുന്നത്. ഓക്കെ, ഉയർന്ന ഭാഗം അല്ലെ. ഇനി തിരാതടമാണെങ്കിലോ? താഴ്ന്ന ഭാഗം. താഴ്ന്ന ഭാഗം. താഴ്ന്ന ഭാഗം. ഓക്കെ. തിരാദൈർഘ്യമാണെങ്കിലോ? രണ്ട് തിരകൾക്കിടയിലുള്ള അടുത്തുള്ള തിരാശിഖരം തമ്മിലുള്ള അകലത്തെയാണ് തിരാദൈർഘ്യം പറയുന്നത്. ഓക്കെ ഓക്കെ. ഇനി എന്താ പറയാ, തിരോന്നതി. തിരോന്നതി എന്താ? തിരാതടവും തിര ഉന്നതിയും തമ്മിലുള്ള ലംബ ദൂരം. ഓക്കെ ഓക്കെ ഓക്കെ. അതിനകത്ത് ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. ചാകര എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ. ഇനി വേലികൾ നോക്കാട്ടോ നമുക്ക്. വേലികൾ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ എന്ന് പറയുന്നത്. അതായത് ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടാവും, ഒരു നിശ്ചിത സമയപരിധി ഉണ്ടാകും. ആ സമയപരിധിക്കുള്ളില് സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന, നമ്മുടെ സമുദ്രത്തിന്റെ ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് എന്ത് പറയുന്നത്? വേലികൾ എന്ന് പറയുന്നത്. സമുദ്രജല വിതാനത്തിന്റെ ഉയർച്ചയെ വേലിയേറ്റമെന്നും സമുദ്രജല വിതാനം താഴുന്നതിനെ വേലിയിറക്കം എന്നും പറയുന്നു അല്ലെ. അപ്പൊ അതെന്തായത് ആ വേർഡ്സിന്ന് നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാനായിട്ട് പറ്റും. വേലിയേറ്റം എന്താണ്, അല്ലെങ്കിൽ വേലിയിറക്കം എന്താണ്? എന്താണ്? അതായത് സമുദ്രജല വിതാനത്തിന്റെ ഉയർച്ചയാണ് വേലിയേറ്റം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഉയർച്ചയാണ് എന്ത് പറയുന്നത്? വേലിയേറ്റം എന്ന് പറയുന്നത്. എന്നാല് സമുദ്രജല വിതാനം താഴുന്നതിന് എന്ത് പറയും? വേലിയിറക്കം എന്ന് പറയും. താഴ്ച എന്ന് പറയുന്നത് ഇറക്കമാണ്. അപ്പോ സമുദ്രജല വിതാനം ഉയരുന്നതിനെ വേലിയേറ്റമെന്നും സമുദ്രജല വിതാനം താഴുന്നതിനെ വേലി ഇറക്കം എന്നും പറയുന്നു. അപ്പോ വേലികൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് സമുദ്രജല നിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ്, രണ്ടിനെയും കൂടി കോമൺ ആയിട്ട് പറയുന്നതാണ് വേലികൾ എന്ന് പറയുന്നത്. അതിനകത്ത് സമുദ്രജല നിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയെ വേലിയേറ്റമെന്നും താഴ്ചയെ വേലിയിറക്കം എന്നും പറയുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജില്. ഓക്കെ, ഇനി എന്താണ് വേലികൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് നോക്കാം. അതായത് ഇങ്ങനെയുള്ള സമുദ്രജലത്തിന് എന്തുണ്ടാവുന്നുണ്ട്? ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നുണ്ട്. ആ ഉയർച്ചയും താഴ്ചയും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലവും ഭൂമിയുടെ ഭ്രമണബലമായി ഉണ്ടാകുന്ന അപകേന്ദ്ര ബലവും വേലികൾക്ക് കാരണമാകുന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്താണ് വേലികൾക്ക് കാരണമാകുന്നത്? അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന എന്താണ്? ഭൂമിയുടെ മേല് ചന്ദ്രനും സൂര്യനും എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിന്റെ ബലമായും അതുപോലെ തന്നെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണം ചെയ്യുന്നുണ്ട് അല്ലെ, റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെ ഭ്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ റൊട്ടേഷന്റെ ഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്ര ബലവും എന്തിന് കാരണമാകുന്നു? വേലികൾക്ക് കാരണമാകുന്നു. ഒന്നും കൂടി പറയാം, എന്താണ് വേലികൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് ചോദിച്ചാല് നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഭൂമിയുടെ മേല് ആര് ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്? ചന്ദ്രൻ പ്രയോഗിക്കുന്നുണ്ട്, സൂര്യനും പ്രയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവാം? വേലികൾ ഉണ്ടാവാം. അതുമാത്രമല്ല ഭൂമിയുടെ ഭ്രമണബലം, അതായത് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ റൊട്ടേഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപകേന്ദ്ര ബലം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായും വേലികൾ ഉണ്ടാകാം. അപ്പൊ സൂര്യനും അതുപോലെ തന്നെ ചന്ദ്രനും എന്ത് ചെയ്യുന്നുണ്ട്?
ഈ ഒരു ആകർഷണ ബലം ചെലുത്തുമ്പോൾ വേലികൾ ഉണ്ടാകാം. അതുകൂടാതെ എന്താണ്, ഭൂമിയുടെ ഭ്രമണബലമായിട്ട് അപകേന്ദ്ര ബലം ഉണ്ടാവുമ്പോഴും വേലികൾ ഉണ്ടാകാം. ഓക്കെ, മനസ്സിലായോ? ഒന്നും കൂടി പറയണോ ഇനി ഇത്? വേണ്ടല്ലോ. മിസ് ഒന്നും കൂടെ പറയണം. ഒന്നും കൂടി പറയണോ? ഓക്കെ. അപ്പോ വേലികൾ എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത സമയപരിധി, അതായത് ഒരു ഇത്ര പീരീഡ് ഓഫ് ടൈം ഉണ്ട്, ആ ഒരു ടൈമിനുള്ളില് സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണെന്ത് വേലികൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കാം, ഇമാജിൻ ചെയ്യുക, സമുദ്ര ജലനിരപ്പ് ഓർക്കുക, അതിനുണ്ടാവുന്ന ഉയർച്ചയും താഴ്ചയുമാണെന്ത് വേലികൾ എന്ന് പറയുന്നത്. സമുദ്രജല വിതാനത്തിന്റെ ഉയർച്ചയാണ് വേലിയേറ്റം എന്ന് പറയുന്നത് കേട്ടോ. സമുദ്രജല വിതാനത്തിന്റെ ഉയർച്ചയെ വേലിയേറ്റമെന്നും സമുദ്രജല വിതാനം താഴുന്നതിനെ വേലിയിറക്കമെന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേലികൾ ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണ്? 2 കാരണങ്ങൾ കൊണ്ടാണ് വേലികൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഭൂമിയുടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനും ചന്ദ്രനും ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് വേലികൾ ഉണ്ടാകാം. രണ്ടാമത്തേന്ന് പറയുന്നത് ഭൂമിയുടെ ഭ്രമണബലമായി, അല്ലെ? അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്, റൊട്ടേഷൻ ചെയ്യുന്നില്ലേ? അല്ലെ? 24 hours എന്താണ്? റൊട്ടേഷൻ അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ ഭൂമിക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഒരു അപകേന്ദ്ര ബലം ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവാം? വേലികൾ ഉണ്ടാകാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് കാണിക്കാം. ഇത് ചിത്രം 5.4 ശ്രദ്ധിക്കൂ എന്ന് പറയുന്നുണ്ട്. 5.4 വേലി ഏറ്റവും കൊടുത്തിട്ടുണ്ട്, വേലി ഇറക്കവും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, പടം ഒന്ന് നോക്കുക കേട്ടോ, പിക്ചർ ഒന്ന് നോക്കുക. ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നു. ഓക്കെ, ചന്ദ്രന് അഭിമുഖമായ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നു. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ഈ ആകർഷണ ബലത്തിന്റെ ഫലമായി ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്ന് വേലിയേറ്റം ഉണ്ടാകുന്നു. അതായത് നോക്കിയേ, ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാനിവിടെ മൗസ് പോയിന്റ് ചെയ്യുന്നുണ്ട്, ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ അഭിമുഖം, അതായത് ചന്ദ്രനോട് അടുത്തൊരു ഭാഗത്ത് എന്തുണ്ടാവുന്നുണ്ട്? ജലനിരപ്പ് ഉയരുന്നുണ്ട്. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന, അതായത് ഈ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ ആകർഷണ ബലം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ചെലുത്തുന്നുണ്ട് അല്ലെ? ഇതിന്റെ ഫലമായിട്ട് ജലനിരപ്പ് ഈ ഒരു വശത്ത് എന്ത് ചെയ്യുന്നു? ഉയരുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഉയരുന്നു. ഇതെന്താണ്? ഉയർന്ന വേലിയേറ്റം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്, ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗത്ത് വേലിയേറ്റം ഉണ്ടാകുന്നു. ഇനി നേരെ ഓപ്പോസിറ്റ് നോക്കിയേ, ചന്ദ്രന് പ്രതിമുഖമായ ഭാഗം, ബി ആണ് കേട്ടോ. ചന്ദ്രന് പ്രതിമുഖമായ ഭാഗം, അതായത് എന്താണ്? കുറച്ച് ദൂരെ മാറിയെന്ന്, അതായത് ചന്ദ്രന് ഇതായിട്ടുള്ള ഭാഗം, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ജലനിരപ്പും ഉയർന്നതായിട്ട് കാണുന്നില്ല എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കണം. ഈ ഒരു ബി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജലനിരപ്പ് ഉയർന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാ കാണണേ? അതായത് ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായ ഘടകം ഭൂമിയുടെ ഭ്രമണബലമായുള്ള അപകേന്ദ്ര ബലമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? 2 കാരണങ്ങൾ കൊണ്ടാണ് വേലികൾ ഉണ്ടാവുന്നത്. എന്തൊക്കെയാ 2 കാരണങ്ങളെന്ന് പറഞ്ഞേ? സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായിട്ട് കേന്ദ്ര ബലം ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട്. ഓക്കെ, അപ്പൊ അതെ നോക്കി, നമ്മൾ ഈ ഒരു എ എന്ന് പറയുന്ന ആ ഒരു പിക്ചറിൽ കാണുന്നത് ചന്ദ്രൻ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വേലിയേറ്റം ഉണ്ടാകുന്നത്. എന്നാൽ ബിയിലോട്ട് പോകുമ്പോൾ എന്താണ്? ചന്ദ്രന് അഭിമുഖമായിട്ടുള്ള ഭാഗമാണത്. ഓക്കെ, അപ്പൊ എന്താണ്? അവിടെ വേലിയേറ്റം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഭൂമിയുടെ ഭ്രമണബലമായി അപകേന്ദ്ര ബലം അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ആ ഒരു സൈഡില് വേലിയേറ്റം ഉണ്ടാകുന്നത് കേട്ടോ. ഇപ്പൊ 2 ഒന്ന് ഗുരുത്വാകർഷണ ബലമാണ് എ എന്ന പോർഷനിൽ വേലിയേറ്റം ഉണ്ടാകുന്നുള്ള കാരണം. രണ്ടാമത്തത് ഭൂമിയുടെ ഭ്രമണബലമായിട്ട് അപകേന്ദ്ര ബലം സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് രണ്ടാമത്തേല്. അത് ആ പിക്ചറൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളെ. ഓക്കെ, അപകേന്ദ്ര ബലമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് കേട്ടോ പറയുന്നത്. അപകേന്ദ്ര ബലത്തിന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ്. ഇനി വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്നതായി കാണാം.
ഈ പ്രദേശങ്ങളിലെ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നതിനാലാണ് ഇവിടെ ജലനിരപ്പ് താഴുന്നത്. ജലനിരപ്പ് താഴുന്ന ഈ പ്രതിഭാസമാണ് വേലിയിറക്കം. അപ്പൊ നോക്കിയേ നിങ്ങള്, അതായത് വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക്, അതായത് ഇത് രണ്ട് സ്ഥലങ്ങളും എന്താണ്, വേലിയേറ്റ സ്ഥലങ്ങളാണ്, എയും ബിയും. എന്നാല് ഇവിടെ നിന്ന് 90 ഡിഗ്രി അകലെ, ഇത് നോക്കിയേ, സിയും ഡിയും കേട്ടോ. സിയും ഡി എന്ന് പറയുന്നത് ഈ എയിൽ നിന്നും ബിയിൽ നിന്നും 90 ഡിഗ്രി അകലെയാണ്. ഈ പ്രദേശങ്ങളിൽ എന്താണ്, എന്താ പറയാ, ജലനിരപ്പ് താഴ്ന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ പ്രദേശങ്ങളില് ജലനിരപ്പ് താഴ്ചയാണുള്ളത്. എയിലും ബിയിലും ജലനിരപ്പ് കൂടുതലാണ്. എന്നാല് ഇവിടുന്ന് 90 ഡിഗ്രി അകലെ ചെല്ലുമ്പോൾ ഡിയിലും സിയിലും എന്താണ് കാണാൻ സാധിക്കുക, ജല താഴ്ചയാണ്, ജലനിരപ്പ് താഴ്ന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ താഴ്ന്നത്? ഈ പ്രദേശങ്ങളിലെ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നു. അതായത് ഈ ഡിയിലെയും സിയിലെയും ജലം എന്ത് ചെയ്യുന്നു, ഈ വേലിയേറ്റമുള്ള ബിയിലും എയിലോട്ടും എന്ത് ചെയ്യുന്നു, ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിയിലും സിയിലും എന്ത് ചെയ്യുന്നേ, വേലി ഇറക്കം ഉണ്ടാകുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, എയിൽ നിന്നും ബിയിൽ നിന്നും 90 ഡിഗ്രി അകലെ മാറിയുള്ള ഡിയിലേക്കും സിയിലേക്കും കാണാനായിട്ട് സാധിക്കുന്നത് വേലിയിറക്കമാണ്. അതായത് ജലത്താഴ്ചയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാല് ഡിയിലെയും സിയിലെയും ജലം എങ്ങോട്ടാ ഒഴുകി പോകുന്നത്, ബിയിലും എയിലുമാണ് ഒഴുകി പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവിടെ വേലിയിറക്കം ഉണ്ടാവുന്നത് കേട്ടോ. മനസ്സിലായോ? ഒന്നും കൂടി പറയണോ? ഇനി പറയണ്ടല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലായി. ഓക്കെ, അതാ പിക്ചർ നിങ്ങൾ PDF നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയൊക്കെ വെക്കണം കേട്ടോ. ഇനി വേലികൾക്ക് ചന്ദ്രന്റെ ആകർഷണ ബലം മാത്രമല്ല കാരണമാകുന്നത്, സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലവും വേലികൾക്ക് കാരണമാകുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, സൂര്യനും ചന്ദ്രനും എന്ത് ചെയ്യുന്നുണ്ട്, ഗുരുത്വാകർഷണ ബലം ഭൂമിയിൽ പ്രയോഗിക്കുന്നുണ്ട്. അത് മൂലമാണ് വേലികൾ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മളിപ്പോ പടത്തില് പിക്ചറിൽ കണ്ടത് എന്താണ്, ചന്ദ്രൻ ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലമാണ് നമ്മൾ ആദ്യത്തെ പിക്ചറിൽ നമ്മൾ കണ്ടത് അല്ലെ. എന്നാല് ചന്ദ്രൻ മാത്രമല്ല ഇത്തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നത്, ആരും കൂടിയാണ്, സൂര്യനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലം പ്രയോഗിച്ച് വേലികൾക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പം കുറവാണ്. അപ്പൊ എന്താണ്, നമുക്കറിയാം അല്ലെ, സൂര്യനാണ് ഏറ്റവും വലുത് അല്ലെ. സൂര്യനെ അപേക്ഷിച്ച് എന്താണ്, ചന്ദ്രന് വലിപ്പം കുറവാണെങ്കിലും ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനാൽ, പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചന്ദ്രനാണ്. ഓക്കെ, അപ്പോ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനാൽ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്, അതായത് ചന്ദ്രന്റെ ആകർഷണമാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, വേലികൾക്ക് കാരണമാകുന്നത്. സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ആകർഷണ ബലം ചെലുത്തുന്നുണ്ട്. പക്ഷെ എന്താണ്, ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കുന്നത്, വേലികൾ ഉണ്ടാക്കുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ചാല് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചന്ദ്രനാണ് അല്ലെ. നമുക്കറിയാം അല്ലെ, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചന്ദ്രനാണ്. അപ്പൊ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് ആകർഷണ ബലം എപ്പോഴും കൂടുതലായിട്ട് ചെലുത്തിക്കൊണ്ടിരിക്കും. അതുമൂലം എന്താണ്, ഏത് സമയം എന്താണ്, വേലികള് ഉണ്ടാകാം. ഓക്കെ, അപ്പോ സൂര്യൻ ചെലുത്തുന്ന ആകർഷണ ബലത്തെക്കാളും കൂടുതല് ചന്ദ്രൻ ചെലുത്തുന്ന ആകർഷണ ബലമാണ് വേലികൾക്ക് കാരണമാകുന്നത്. അപ്പൊ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയാം, സൂര്യനും ചന്ദ്രനും എന്ത് ചെയ്യുന്നുണ്ട്, വേലികൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് സൂര്യനും ചന്ദ്രനും രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുമായിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ആകർഷണ ബലം പ്രയോഗിക്കുന്നത് ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ വേലികൾ ഉണ്ടാക്കുന്നത്, ആരെക്കാളും, സൂര്യനേക്കാളും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി വാവുവേലികളും സപ്തമി വേലികളും. അപ്പൊ അതെന്താണെന്ന് നോക്കാം. വാവുവേലികളും സപ്തമി വേലികളും കേട്ടോ. ഇതിനകത്ത് പിക്ചർ കൊടുത്തിരിക്കുന്നത് എന്താ, ഭൂമി കൊടുത്തിട്ടുണ്ട്, പിന്നെ ചന്ദ്രൻ, പൗർണമി അല്ലെ. നമുക്കറിയാം പൗർണമി അതുപോലെ തന്നെ അമാവാസി രണ്ടിതുണ്ടല്ലേ ചന്ദ്രന്റെ. നമ്മൾ കലണ്ടറിലൊക്കെ കാണാറുണ്ട്, നമുക്കറിയാം അല്ലെങ്കിലും അല്ലെ. ചന്ദ്രൻ പൂർണ്ണമായിട്ട് ഉദിച്ചു നിൽക്കുന്നതിനെയാണ് പൗർണമി എന്ന് പറയുന്നത്. ചന്ദ്രൻ ഇല്ലാത്ത അവസ്ഥയാണെന്ത്, അമാവാസി എന്ന് പറയുന്നത്. കറുത്തവാവ് അഥവാ അമാവാസി, വെളുത്തവാവ് അഥവാ പൗർണമി. ഓക്കെ,
ഇനി ഓരോ മാസത്തിലും അമാവാസി കറുത്തവാവ് ദിവസത്തിലും പൗർണമി വെളുത്തവാവ് ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. അപ്പൊ എന്താ പ്രത്യേകത? അതായത് ഈ കറുത്ത വാവിന്റെ ദിവസവും അതുപോലെ തന്നെ വെളുത്ത വാവിന്റെ ദിവസവും എന്താണ്? അതായത് അമാവാസിയിലും പൗർണമിയിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. ഒരൊറ്റതായിട്ട് നേർരേഖയായിട്ട് വരുന്നു കേട്ടോ. സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ എന്താണ്? ഭൂമിയും നേർരേഖയിൽ വരുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. അപ്പൊ ഓർത്തിരിക്കുക എന്താണ്? അതായത് അമാവാസി അതുപോലെ തന്നെ പൗർണമി എന്നീ ദിനങ്ങളില് എന്താണ്? സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി എന്ന് പറയുന്നത് മറ്റു ദിവസത്തെക്കാള് കൂടുതലായിട്ട് വരും. എന്തുകൊണ്ടാ? അതായത് നേർരേഖയിൽ വരുന്നുണ്ട്. ആരൊക്കെയാ നേർരേഖയിൽ വരുന്നതെന്ന് പറഞ്ഞേ. ആരൊക്കെയാ നേർരേഖയിൽ വരുന്നേ? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. ഈ 3 പേരും എന്താണ്? നേർരേഖയിൽ വരുന്ന ദിവസങ്ങളാണ്. ഒന്ന് അമാവാസിയും ഒന്ന് പൗർണമിയും. അത് ഓർത്തിരിക്കുക കേട്ടോ. ആകർഷണ ശക്തി കൂടുതലായിരിക്കുള്ളൂ സൂര്യനും ചന്ദ്രനും. തന്മൂലം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ വേലിയേറ്റം ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേലികൾ ഉണ്ടാവാൻ കാരണം ആകർഷണ ബലം കൊണ്ടാണ്. അപ്പൊ ഈ ആകർഷണ ബലം കൂടുതലുള്ള ദിവസങ്ങളിൽ, അതായത് അമാവാസി അതുപോലെ തന്നെ പൗർണമിയുമായിട്ടുള്ള ദിവസങ്ങളിൽ ആകർഷണ ബലം സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ബലം കൂടുതലുള്ളതിനാൽ ആ ദിവസങ്ങളിൽ എന്തുണ്ടാവും? ശക്തിയായിട്ടുള്ള വേലിയേറ്റം ഉണ്ടാകുന്നു. പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ. ആകർഷണ ബലം കൂടുതലുള്ളത് കൊണ്ടാണ് ശക്തിയായിട്ടുള്ള വേലിയേറ്റം ആ ദിവസങ്ങളില് ഉണ്ടാകുന്നത്. ഇത്തരം വേലിയേറ്റങ്ങളെയാണ് വാവുവേലികൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇത്തരം വേലിയേറ്റങ്ങൾ എന്ത് പറയുന്നു? വാവുവേലികൾ. വേലികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ കഴിഞ്ഞ സ്ലൈഡിൽ നോക്കിയതാണ്. വേലികൾ എന്താണെന്ന് നോക്കിയതാണ്. ഇനി വാവുവേലികൾ എന്ന് പറഞ്ഞാല് ഇതാണ്. അതായത് അമാവാസി അതുപോലെ തന്നെ പൗർണമി ദിനത്തില് സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. ഈ ദിവസങ്ങളില് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് സൂര്യനും അതുപോലെ ചന്ദ്രനും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. ഇതുകൊണ്ട് എന്താണ്? വേലിയേറ്റം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അപ്പൊ ഈ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടാവുക? വേലിയേറ്റങ്ങൾ, കൂടുതലായിട്ടുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം വേലികളെയാണ് വാവുവേലികൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം കേട്ടോ. സ്പ്രിംഗ് ടൈഡ്സ് എന്നാണ് വാവുവേലികളെ പറയുന്നത് കേട്ടോ. ഇനി അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നേർരേഖയിലാ വന്നതല്ലേ. ആരൊക്കെ? ചന്ദ്രൻ വന്നു, ഭൂമി വന്നു, സൂര്യനും വന്നു നേർരേഖയില്. എന്നാല് ഈ ദിവസങ്ങൾക്ക് ശേഷം ഒരു 7 ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് എന്താണ്? സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒക്കെ എന്താണ്? 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു. ഈ അകലങ്ങളിൽ എത്തുന്നതിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അകലങ്ങളിൽ എത്തുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായ വേലികളാണ് ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ്? അകന്നു പോവാണ്. മറ്റു ദിവസങ്ങളിൽ അമാവാസിയിലും പൗർണമിയിലും നേർരേഖയിൽ വന്നിട്ട് അട്രാക്ഷൻ കൂടുതലായിരിക്കുള്ളൂ, ആകർഷണ ബലം കൂടുതലായിരിക്കുള്ളൂ. എന്നാല് ഈ അമാവാസി പൗർണമി ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിഞ്ഞാല് ഇവര് 90 ഡിഗ്രി അകലെ പോയി നിൽക്കും. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കും. ഗ്യാപ്പ് ഇട്ട് നിൽക്കുമ്പോ എന്താണ്? ആകർഷണ ബലം കുറയോ കൂടോ? നിങ്ങൾ പറ. കുറയും. ആകർഷണ ബലം കുറയോ അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ വേലികൾ ശക്തമായിട്ടുണ്ടാവോ അല്ലെങ്കിൽ ദുർബലമായിട്ടുണ്ടാവോ? ദുർബലമാവോ അല്ലെ? അട്രാക്ഷൻ കൂടുമ്പോ, ആകർഷണ ബലം കൂടുമ്പോഴാണ് വേലിയേറ്റം നല്ല ശക്തിയായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നത്. ഈ ആകർഷണ ബലം കുറയുമ്പോൾ എന്തുണ്ടാകും? അത് ദുർബലമാകും. അങ്ങനെ ദുർബലമായിട്ടുള്ള വേലികൾ ഉണ്ടാകും. ഈ വേലികളെയാണ് എന്ത് പറയുന്നത്? സപ്തമി വേലികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാവുവേലികൾ എന്ന് പറഞ്ഞാല് ആകർഷണ ബലം കൂടുമ്പോഴാണ് ആ വേലികൾ ഉണ്ടാകുന്നത്. ശക്തിയേറിയ വേലികളാണ് ഉണ്ടാകുന്നത്. അതിനെ വാവുവേലികൾ എന്ന് പറയുന്നു. എന്നാൽ ഈ ദിവസങ്ങൾക്ക് ശേഷം, അതായത് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസത്തിന് ശേഷം ആകർഷണ ബലം കുറയുന്നു. കാരണം 90 ഡിഗ്രി അകലെ പോയാണ് നിൽക്കുന്നത് സൂര്യനും ചന്ദ്രനും ഒക്കെ. അപ്പൊ ആകർഷണ ബലം കുറയുമ്പോഴെന്ത് ഉണ്ടാവുക?
ഈ ഒരു ദുർബലമായിട്ടുള്ള വേലുകളാണ് ഉണ്ടാവുക. ഈ വേലുകളെ പറയുന്ന പേരാണ് സപ്തമി വേലുകൾ കേട്ടോ. ഓക്കെ, ആകർഷണ ബലം എന്ന് പറയുന്ന ആ ഒരു ഫാക്ട് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ആകർഷണ ബലം കൂടുമ്പോഴാണ് വാവുവേലുകൾ ഉണ്ടാകുന്നത്, ആകർഷണ ബലം കുറയുമ്പോഴാണ് സപ്തമി വേലുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, സപ്തമി വേലിന്റെ ഇംഗ്ലീഷ് എന്താണ്? മോളെ നീപ്പ് ടൈഡ്സ് എന്നാണ് കേട്ടോ. നീപ്പ് ടൈഡ്സ്, NEAP ടൈഡ്സ്. വേലികൾ എന്ന് പറഞ്ഞാൽ ടൈഡ്സ് എന്നാണ്. ഓക്കെ, ഇനി വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി, പഠിക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന്. വേലിയേറ്റവും വേലിയിറക്കവും ഒട്ടേറെ ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, തുറമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു കേട്ടോ. അതായത് തുറമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലൊക്കെ എന്താണ്, ധാരാളം മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. അതൊക്കെ സമുദ്രത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ വേലികളാണ്. ശക്തമായ വേലുകളുടെ ഫലമായി നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടസ്സപ്പെടുന്നു. ഡെൽറ്റ രൂപം കൊള്ളുന്നതിന് തടസ്സപ്പെടുത്തുന്നു എന്നാ പറയുന്നത്. വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽ വെള്ളം കയറ്റാൻ കഴിയുന്നു. ഇനി നാലാമത്തെ പോയിന്റ്, മീൻപിടുത്തത്തിനായി കടലിലേക്ക് കട്ടമരങ്ങളിൽ കൊണ്ടുപോകുന്നതിനും വരുന്നതിനും. ഇനി വേലിയേറ്റ ശക്തിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നതിന് വേലിയേറ്റ സന്ദർഭങ്ങളിലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു പോയാൽ മതി കേട്ടോ. ഇനി അടുത്ത നമുക്ക് നോക്കാം സമുദ്രജല പ്രവാഹങ്ങൾ കേട്ടോ. സമുദ്രജല പ്രവാഹങ്ങൾ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം. അപ്പൊ എന്താണ് അത് പോയിന്റ് ചെയ്ത് വെക്കാട്ടോ. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹം. ഓക്കെ, ഒരു ദിശയിൽ നിന്ന് മറ്റൊരു എക്കോ വരുന്നുണ്ടോ? മിസ് സുരഭി ഒന്ന് മ്യൂട്ട് ചെയ്യോ? എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, അപ്പോ സമുദ്രജല പ്രവാഹം എന്നാല് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം. ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും പ്രവാഹങ്ങൾ രണ്ടു തരത്തിലുണ്ട്. അപ്പോ പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എന്താണ്, ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് ഉള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹം. ഈ ഇതിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഉഷ്ണജല പ്രവാഹം എന്നും രണ്ട് ശീതജല പ്രവാഹം എന്നും. ഓക്കെ, ഇനി ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. ഓക്കെ, അത് എന്താ പറയാ, ഉഷ്ണമേഖലയിൽ അതായത് വളരെ ചൂട് കൂടിയ മേഖലയാണ് ഉഷ്ണമേഖല എന്ന് പറയുന്നത് കേട്ടോ. ഉഷ്ണമേഖല അതുപോലെ തന്നെ അതിന്റെ സബായിട്ട് വരുന്നതാണ്, താഴെയായിട്ട് വരുന്നതാണ് ഉപോഷ്ണ മേഖല എന്ന് പറയുന്നത്. ചൂട് കൂടിയിട്ടുള്ള എന്താണ് പ്രവാഹങ്ങളായിരിക്കുള്ളൂ ഇവിടെ ഉണ്ടാവുക. ചൂട് ഭയങ്കര കൂടുതലായിരിക്കുള്ളൂ ഈ ഉഷ്ണമേഖലയിലും അതുപോലെ തന്നെ ഉപോഷ്ണ മേഖലയിലും. അപ്പോ അവിടെ നിന്ന് സഞ്ചരിച്ചിട്ട് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. അപ്പൊ എങ്ങോട്ടാ പോണത്? ധ്രുവീയ മേഖലകളിലേക്കാ പോകുന്നത്. ധ്രുവീയ ഉപധ്രുവീയ മേഖല എന്ന് പറയുന്നത് എന്താ, എന്ത് കൂടുതലായിരിക്കുള്ളൂ അവിടെ ഒന്ന് പറഞ്ഞേ. ചൂട് കൂടുതലായിരിക്കോ? തണുപ്പല്ലേ? ആ, തണുപ്പാണ്. ധ്രുവീയ ഉപധ്രുവീയ മേഖലകൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ തണുപ്പാണ് ഉണ്ടാവുക. അപ്പോ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നേരെ തിരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ. അപ്പൊ അത് രണ്ടും അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പഠിച്ചു വെക്കുക. അത് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം. ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്നും രണ്ട് ശീതജല പ്രവാഹങ്ങൾ എന്നും. ഇനി
ഉഷ്ണജല പ്രവാഹങ്ങൾ എന്നാല് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന പ്രവാഹങ്ങളാണ്. ഇനി ശീതജല പ്രവാഹങ്ങൾ എന്നാല് ധ്രുവീയ ഉപദ്രവീയ മേഖലകളിൽ നിന്ന് സഞ്ചരിച്ച് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടാ. ഇനി സമുദ്രജല ഇംഗ്ലീഷ് ഉപോഷ്ണ മേഖല എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് അല്ല അതെന്താണ് അർത്ഥം? മോളെ അത് നിങ്ങള് അത് ഇനിയുള്ള ചാപ്റ്ററിൽ പഠിക്കുമെന്ന് തോന്നണു. മറ്റേ ഇതില്ലേ നമ്മുടെ ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഒക്കെ പറയുന്നില്ലേ? കോൾഡ് കറൻസും വാം കറൻസും ആണോ? അങ്ങനെയാണോ? എനിക്ക് കറക്റ്റ് അറിയില്ല. അതിന്റെ ഇംഗ്ലീഷ് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നോക്കുന്നത് ഉപോഷ്ണ മേഖല എന്ന് പറഞ്ഞാൽ ചൂടുള്ള സ്ഥലമാണോ മിസ്സേ? അതെ അതെ ഉണ്ട്. കോൾഡ് കറണ്ട്, വാം കറണ്ട്. വാം കറണ്ട്, കോൾഡ് കറണ്ട് അല്ലേ? അതെ, നിങ്ങൾ അതിന്റെ ബേസ് അറിയാഞ്ഞിട്ടാണെന്ന് മനസ്സിലാവാത്തത്. ഉഷ്ണമേഖലയും ഉപോഷ്ണ മേഖലയും ഒന്നാണോ? ഇല്ലില്ല, രണ്ടും വ്യത്യസ്തമാണ്. സബായിട്ട് നിൽക്കുന്നതാണ് ഉപോഷ്ണ മേഖല, അത് വേറെ, ഉഷ്ണമേഖല വേറെ. ഉഷ്ണമേഖല എന്നാൽ ചൂട് കൂടുതലല്ലേ? ഉപോഷ്ണ എന്ന് പറഞ്ഞാൽ അതിലേറെ കുറച്ച് കുറഞ്ഞ മേഖല എന്നല്ലേ? ചൂട് തന്നെയാണ്, കുറച്ച് കുറവാണ് അതിനേക്കാളും. ഇതുപോലെ ധ്രുവീയ ഇത് തന്നെ. ധ്രുവീയ മേഖല എന്ന് പറഞ്ഞാൽ തണുപ്പുണ്ട്. ഇനി ഉപദ്രവീയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തണുപ്പ് ഇതായിട്ട് തന്നെ. രണ്ടും, അതായത് രണ്ടിലും കോമൺ ആയിട്ട് ഒരു ഭാഗത്ത് ചൂടും മറ്റൊരു ഭാഗത്ത് തണുപ്പുമാണ്. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചൂട് കൂടിയതും ചൂട് കുറവും, തണുപ്പ് കൂടുതലും തണുപ്പ് കുറവും, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ ഭൂമധ്യരേഖ സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ. ഇനി സമുദ്രജല ലവണത്വം, താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യസ്തമാണ്. അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓരോ സമുദ്രത്തിലും എന്താണ് അതിന്റെ ലവണത്വവും താപനിലയൊക്കെ വ്യത്യസ്തമായിട്ടാണുള്ളത്. വ്യത്യാസം സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്നു. അപ്പൊ ഈ വ്യത്യാസം, അതായത് ലവണത്വത്തിലും താപനിലയിലുള്ള വ്യത്യാസം എന്തിനു കാരണമാകുന്നു? സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസത്തിനും ഡെൻസിറ്റി കേട്ടോ, അതിന്റെ ഡിഫറൻസിനും കാരണമാകുന്നു. സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അപ്പോ ഈ സാന്ദ്രതയിലുള്ള ഡിഫറൻസ് എന്താണ്? അത് ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പറയണത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ മതി കേട്ടോ, അല്ലാണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഇനി ചില സമുദ്രജല പ്രവാഹങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നോക്കി, പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. കുറെ പ്രവാഹങ്ങളുണ്ട്. ഒയാഷിയോ പ്രവാഹം, കൊറോഷ്യ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, അങ്ങനെ കുറെ പ്രവാഹങ്ങളുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു തരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. എടുക്കുന്നില്ലേ? പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക കേട്ടോ. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. എഴുതുന്നുണ്ടോ? അതിനകത്ത് ഫസ്റ്റ് വൺ ഒയാഷിയോ. ഈ പിക്ചറിലുള്ള ഇത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ പിക്ചർ നോക്കിയാൽ മതി. നിങ്ങൾക്ക് PDF അവൈലബിൾ ആയി തരുമ്പോൾ ആ പിക്ചർ ഒന്ന് നോക്കിയാൽ മതി. ഒയാഷിയോന്റെയോ? പറയാം. OYASHIYO, ഒയാഷിയോ. OYASHIYO, ഒയാഷിയോ. ഒയാഷിയോ കേട്ടോ. ഒയാഷിയോ കേട്ടോ. ഇനി രണ്ടാമത്തത് കാലിഫോർണിയ പ്രവാഹം. കാലിഫോർണിയ പ്രവാഹം, ഇതൊക്കെ ജലപ്രവാഹങ്ങളാണ് കേട്ടോ. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഇതൊക്കെ. കാലിഫോർണിയ പ്രവാഹം.
ഇനി അലാസ്ക പ്രവാഹം, മൂന്നാമത്തേതാണ് അലാസ്ക പ്രവാഹം. അലാസ്ക പ്രവാഹം. നാലാമത്തേതാണ് കുറോഷിയോ പ്രവാഹം. കുറോഷിയോ ട്ടോ, കുറോഷിയോ. കുറോഷിയോ, KUROSHIYO, കുറോഷിയോ പ്രവാഹം. പിന്നെ ഒരെണ്ണം കൂടി എഴുതാം, ഹംബോൾട്ട് പ്രവാഹം. ബ്രാക്കറ്റിൽ പെറു പ്രവാഹം എന്ന് എഴുതാം കേട്ടോ. ഹംബോൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാനും. ഹംബോൾട്ട് പ്രവാഹം, പെറു പ്രവാഹം എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. നോക്കിയാൽ മതി, വേറെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഈ പ്രവാഹങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി എന്തൊക്കെയാണെന്ന് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. ഇനി നോക്കിയേ, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നമ്മൾ പഠിച്ചതാണ് അറ്റ്ലാന്റിക് സമുദ്രം. അപ്പൊ ആ സമുദ്രത്തിലുള്ള ജലപ്രവാഹങ്ങളാണ് കുറെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എഴുതാം കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഹെഡിങ് കൊടുക്കുക. ഓക്കെ. ഫസ്റ്റ് വൺ, ലാബ്രദോർ പ്രവാഹം. ലാബ്രദോർ പ്രവാഹം. ലാബ്രദോർ കണ്ടോ അവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, ലാബ്രദോർ പ്രവാഹം. സ്പെല്ലിംഗ് ഒന്ന് പറയോ? സ്പെല്ലിങ് LABRADOR, ലാബ്രദോർ. LABRADOR, ലാബ്രദോർ പ്രവാഹം. മിസ്സേ ലാബ്രഡോർ ഒരു ഉച്ചാരണം വരിക? ലാബ്രദോർ, ലാബ്രദോർ, ലാബ്രദോർ അതാണ് കേട്ടോ. ലാബ്രദോർ എന്നാണ്. LABRADOR, ലാബ്രദോർ. ലാബ്രദോർ പ്രവാഹം. ഇനി ഗൾഫ് സ്ട്രീം പ്രവാഹം. ഗൾഫ് സ്ട്രീം, ഗൾഫ് സ്ട്രീം പ്രവാഹം. ഫ്ലോറിഡ, ഫ്ലോറിഡ പ്രവാഹം. നെക്സ്റ്റ് വൺ, കാനറീസ് പ്രവാഹം. കാനറീസ്. കാനറീസ് പ്രവാഹം. നെക്സ്റ്റ് വൺ, നോർവീജിയൻ പ്രവാഹം. നോർവീജിയൻ പ്രവാഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിലായിട്ടോ എഴുതുന്നത്, പസഫിക് കഴിഞ്ഞു. നോർവീജിയൻ പ്രവാഹം. നെക്സ്റ്റ് വൺ, ബ്രസീലിയൻ പ്രവാഹം. ബ്രസീലിയൻ പ്രവാഹം. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ, ബൻഗ്വാല പ്രവാഹം. ബൻഗ്വാല ട്ടോ.
ഗ്വാല, PANGWALA, ബൻഗ്വാല. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി നോക്കിയേ, അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹങ്ങളാണ് കേട്ടോ. അതൊന്ന് എഴുതാം. അത് കുറച്ചുള്ളൂ, 3 ഉള്ളൂ. അത് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹങ്ങൾ എന്ന് എഴുതിയെടുക്കാം, ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതാം. ഓസ്ട്രേലിയൻ ജലപ്രവാഹം, ഓസ്ട്രേലിയൻ ജലപ്രവാഹം, അഗുൽഹാസ് പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം, അഗുൽഹാസ്, അഗുൽഹാസ്. ഇത് നമ്മളെ അവിടെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? പിക്ചറിൽ എഴുതിയിട്ടുണ്ട്, എന്റെ പോയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അഗുൽഹാസ് പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം, AGUL അങ്ങനെയാലും എഴുതിയാൽ മതി കേട്ടോ. അഗുൽ. ലാസ്റ്റ് വൺ മൊസാംബിക് പ്രവാഹം, മൊസാംബിക്, മൊസാംബിക്, MOZAMBIK, മൊസാംബിക്, മൊസാംബിക് പ്രവാഹം. ഓക്കെ, എഴുതിയെടുത്തു എല്ലാവരും? ഓക്കെ. ഇനി നോക്കിയ നിങ്ങള് ഗ്രാൻഡ് ബാങ്ക്സ് എന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എവിടെയാ പഠിച്ചിട്ടുള്ളത് ഗ്രാൻഡ് ബാങ്ക്സ്? ഒന്ന് ഓർത്തു നോക്കിയേ. ഗ്രാൻഡ് ബാങ്ക്സ് എവിടെയാ നിങ്ങൾ പഠിച്ചിട്ടുള്ള പിള്ളേരെ? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണല്ലേ. അപ്പൊ ഒന്ന് നമുക്ക് നോക്കാം. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഭൂഖണ്ഡം ചോദിച്ചാല് വടക്കേ അമേരിക്കയാണ് കേട്ടോ. വടക്കേ അമേരിക്കയുടെ കിഴക്കായിട്ട് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു തീരമുണ്ട്. അതിന്റെ അരികിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുന്നു. അപ്പൊ എന്താണ് ഈ ഗൾഫ് സ്ട്രീം? അതായത് നമ്മൾ കണ്ടതാണ്, ഇവിടെ എഴുതിയതാണ് അല്ലെ. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എന്താണ്? ഗൾഫ് സ്ട്രീം പ്രവാഹം ഉണ്ട്. അതുപോലെ തന്നെ ലാബ്രഡോർ, അതെ നോക്കിയേ നിങ്ങൾ, ഇവിടെ ഉണ്ട്, അതിന്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ നോക്കിയേ, ലാബ്രഡോർ പ്രവാഹം, അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീം പ്രവാഹം. ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? സന്ധിക്കുന്നു. ഒരു സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? സന്ധിക്കുന്നു. അപ്പോ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് ഉഷ്ണജല പ്രവാഹമാണ്. ലാബ്രഡോർ എന്ന് പറയുന്നത് ശീതജല പ്രവാഹമാണ്. ഇത് രണ്ടും സന്ധിക്കുന്ന സ്ഥലത്ത് എന്താണ്? മത്സ്യ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതായത് കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഉഷ്ണജല പ്രവാഹവും അതുപോലെ തന്നെ ഒരു ശീതജല പ്രവാഹവും സന്ധിക്കുന്ന സ്ഥലത്ത് എപ്പോഴും എന്താണ്? മത്സ്യ വളർച്ച കൂടുതലായിരിക്കും. അപ്പൊ നമ്മ ഇവിടെ നോക്കിക്കാണേണ്ടത് അത് അറ്റ്ലാന്റിക് സമുദ്രത്തില് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ ഒരു സ്ഥലത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അത് കൂടുതലായിട്ട് കാണുന്നത് എന്താന്ന് വെച്ചാല് അത് ലാബ്രഡോർ എന്ന് പറയുന്ന ഒരു പ്രവാഹവും അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന ഒരു വേറൊരു പ്രവാഹവും തമ്മില് കൂടിച്ചേർന്നിട്ടാണ് ഈ ഗ്രാൻഡ് ബാങ്ക്സ് ഇത്രയും അധികം പോപ്പുലർ ആയിട്ടുള്ളത്. ഇത്രയും അധികം മത്സ്യബന്ധനം അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ മത്സ്യബന്ധനം കൂടുതലായിട്ടുള്ളത് ഈ ഒരു പ്രവാഹങ്ങൾ തമ്മിൽ എന്താണ്? കൂടിച്ചേർന്നിട്ടാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
ഇനി മാത്രമല്ല ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു. അപ്പൊ എന്താണ് ഈ ലാബ്രഡോർ പ്രവാഹം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് എന്തുണ്ട്? മത്സ്യാഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ഈ ഒരു ലാബ്രഡോർ പ്രവാഹം. അതുകൊണ്ട് തന്നെ മത്സ്യങ്ങൾ എന്താണ് കൂടുതലായിട്ട് ഈ പ്ലവകങ്ങളെ തിന്നാനായിട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ അവിടെ കിട്ടുന്നത്, മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്നതെന്ന് പറയാം. അപ്പോ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ എന്ന് പറയുന്ന ശീതജല പ്രവാഹവും കൂടിച്ചേരുന്നിടത്താണ് എന്തുള്ളത്? ഗ്രാൻഡ് ബങ്ക്സ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്ത്? ഗ്രാൻഡ് ബങ്ക്സ് എന്ന് പറയുന്നത്. ഈ 2 പോയിന്റ് മാത്രം പഠിച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്യുന്നില്ലേ പറയുന്നത്? നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. മിസ് ലാസ്റ്റ് പറഞ്ഞ ആ പോയിന്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരോ സ്ലോ ആയിട്ട്? അതായത് മാത്രമല്ല ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമായതിനാൽ ധാരാളം മത്സ്യങ്ങൾ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു. അതായത് ഈ ലാബ്രഡോർ പ്രവാഹം എന്ന് പറയുന്ന പ്രവാഹത്തിൽ എന്തുണ്ട്? മത്സ്യാഹാരമായ പ്ലവകങ്ങൾ, അത് മത്സ്യങ്ങൾ ഭക്ഷിക്കുന്ന ഒരു സംഭവമാണത് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ആ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് ഈ ലാബ്രഡോർ എന്ന് പറയുന്ന പ്രവാഹം സഹായിക്കുന്നു. അപ്പൊ എന്താണ്? കൂടുതൽ മീനുകള് ഈ പ്ലവകങ്ങൾ തിന്നാനായിട്ട് ഈ പ്രവാഹത്തിലേക്ക് വരുന്നു. അതാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ആകർഷിക്കുന്നത്. ഇനി സമുദ്രജല ചലനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? സമുദ്രങ്ങൾ പല വിധത്തിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ സമുദ്രങ്ങള് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾക്ക് പ്രയോജനമാകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കാലാവസ്ഥ. തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സമുദ്രങ്ങൾ നിർണായകമായി സ്വാധീനിക്കുന്നു. അപ്പൊ എന്താണ്? നമ്മുടെ കടലോര പ്രദേശങ്ങളുണ്ടല്ലോ, തീരപ്രദേശങ്ങള്, അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കാലാവസ്ഥയായിരിക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുക അല്ലെ. അപ്പൊ ആ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ സമുദ്രങ്ങൾ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പകൽ സമയത്ത് വീശുന്ന കടൽ കാറ്റും രാത്രികാലങ്ങളിലെ കരക്കാറ്റും തീരപ്രദേശങ്ങളിലെ താപനില നിയന്ത്രിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാമോ എന്താണ് ഈ കടൽക്കാറ്റും കരക്കാറ്റും എന്താണെന്ന്? ഒന്ന് പറഞ്ഞ ആരെങ്കിലും. കടൽക്കാറ്റ് എന്താണ്? കരക്കാറ്റ് എന്താണ്? രാത്രി രാവിലെ കോൾഡ് എയർ അയക്കും, അങ്ങനല്ലേ? പകൽ സമയത്ത് കടലിൽ നിന്നുള്ള കാറ്റ് ചൂട് വിട്ടിട്ട് കരയിലേക്ക് വീശുന്നതാണ് കടൽക്കാറ്റ്. രാത്രി കരയിലെ കാറ്റ് ചൂട് വിട്ടിട്ട് കടലിലേക്ക് വീശും, അത് കരക്കാറ്റ്. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് കടൽക്കാറ്റ് എന്ന് പറഞ്ഞാല് പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പകൽ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കടലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കരയിലേക്ക് കാറ്റ് വീശുന്നുണ്ട്. ഈ കാറ്റിനെയാണ് കടൽ കാറ്റ് എന്ന് പറയുന്നത്. എന്നാല് കരക്കാറ്റ് എന്ന് പറയുമ്പോൾ രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു. ഓക്കെ, കരയിൽ നിന്നും എന്താണ്? കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കാലോ നിങ്ങക്ക്. കടൽക്കാറ്റ് എന്ന് പറഞ്ഞാല് കടലിൽ നിന്ന്, സമയം ഓർത്തിരിക്കുക, പകൽ സമയമാണ് കടൽക്കാറ്റിന്റെ സമയം കേട്ടോ. പകലാണ് കടൽക്കാറ്റ് വീശുന്നത്, എന്നാൽ രാത്രിയാണ് കരക്കാറ്റ് വീശുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. കടൽക്കാറ്റ് എന്ന് പറഞ്ഞാല് കടലിൽ നിന്ന്, കടൽ ഓർത്തിരിക്കുക, കടൽക്കാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഫസ്റ്റ് വൺ പറയേണ്ടത് എന്താണ്? കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ്. ഓക്കെ, ഇനി കരക്കാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റ്. ഇതിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കടൽക്കാറ്റ് പകൽ സമയത്താണ്, എന്നാൽ കരക്കാറ്റ് രാത്രി സമയത്താണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ പകൽ സമയത്ത് വീശുന്ന കടൽക്കാറ്റും രാത്രികാലങ്ങളിലെ കരക്കാറ്റും തീരപ്രദേശങ്ങളിലെ താപനില നിയന്ത്രിക്കുന്നു. അപ്പൊ ഈ കടൽക്കാറ്റും കരക്കാറ്റും എന്ത് ചെയ്യുന്നുണ്ട്? തീരപ്രദേശങ്ങളിലെ താപനിലയെ നിയന്ത്രിക്കുന്നുണ്ട്. മഴ, കാറ്റ്, ചക്രവാതം പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിൽ
സമുദ്രങ്ങൾക്ക് പങ്കുണ്ട്. അപ്പൊ മഴ, അതുപോലെ തന്നെ കാറ്റ്, അതുപോലെ തന്നെ ചക്രവാതം, അല്ലെ? അങ്ങനെയുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് ആരുടെ പങ്കുണ്ട്? ഈ സമുദ്രങ്ങളുടെ പങ്കുണ്ടെന്നാ പറയുന്നത്. പൊതുവെ തീരപ്രദേശങ്ങളിലും മിതമായ കാലാവസ്ഥയാണുള്ളത്. മിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങളിലുള്ളത്. എന്നാൽ സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ വേനലും ശൈത്യവും കഠിനമായിരിക്കുള്ളൂ. അപ്പോ ഈ കടലോര പ്രദേശങ്ങളിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മിതമായിട്ടുള്ള കാലാവസ്ഥയായി അനുഭവപ്പെടാം. കാരണം ഭയങ്കരമായിട്ടുള്ള ചൂടുണ്ടാവില്ല, ഭയങ്കരമായിട്ടുള്ള തണുപ്പും ഉണ്ടാവില്ല. അതാണ് ഈ പറയുന്നത് കേട്ടോ. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാലാവസ്ഥയായിരിക്കുള്ളൂ നമുക്ക് തീരപ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അനുഭവിക്കാനായിട്ട് സാധിക്കാം. എന്നാല് ഈ സമുദ്ര സാമീപ്യം, അതായത് തീരപ്രദേശത്തിന്റെ അകലേക്കുള്ള സ്ഥലങ്ങളിലെ അവിടേക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ടുള്ള വേനലും ശൈത്യവും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ധാതു നിക്ഷേപങ്ങൾ കേട്ടോ. കരയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക ധാതുക്കളും സമുദ്രങ്ങളിലും കാണപ്പെടുന്നു. അപ്പൊ എന്താണ്? കരയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക ധാതുക്കൾ എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ സമുദ്രങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ് എന്നിവ കൂടാതെ ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയുണ്ട്. അപ്പൊ എന്താണ്? ഈ കറിയുപ്പും ബ്രോമിനും മഗ്നീഷ്യം ക്ലോറൈഡും മാത്രമല്ല നമ്മുടെ സമുദ്രത്തിലുള്ളത്, അല്ലെ? ഇരുമ്പയിരുണ്ട്, കൽക്കരി ഉണ്ട്, പെട്രോളിയം ഉണ്ട്, പ്രകൃതിവാതകം ഉണ്ട് എന്നിവയുടെ നിക്ഷേപവും നമ്മുടെ സമുദ്രത്തിലുണ്ട്. ഓക്കെ, മുംബൈ തീരത്ത് നിന്ന് 162 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ, അപ്പൊ ഓർത്തിരിക്കുക, മുംബൈ തീരത്ത് നിന്ന്, മുംബൈയുടെ തീരപ്രദേശത്ത് നിന്ന് ഏകദേശം 162 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ എന്തുണ്ട്? 1974 ഒരു ഖനി സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു പെട്രോളിയവും പ്രകൃതിവാതകങ്ങളും ഖനനം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ഖനിയുടെ പേരാണ് മുംബൈ ഹൈ എന്ന് പറയുന്ന സംഭവം കേട്ടോ. അപ്പൊ മുംബൈ ഹൈ 1974 ഓർത്തിരിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാ? പെട്രോളിയവും പ്രകൃതിവാതകങ്ങളും ഖനനം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഈ എണ്ണപ്പാടം മുംബൈ ഹൈ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മുംബൈ തീരത്ത് നിന്ന് 162 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആരാണ്? മുംബൈ ഹൈ ആണ്. അത് 1974 തുടങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് പെട്രോളിയവും അതുപോലെ പ്രകൃതിവാതകങ്ങളും ഖനനം ചെയ്യാനായിട്ട് ആരംഭിച്ചത്. ആ പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വൈദ്യുതി ഉൽപാദനം. തിരമാലകൾ, വേലികൾ എന്നിവ വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ തിരമാലകളും അതുപോലെ തന്നെ വേലികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തീരത്ത് ആഞ്ഞടിക്കുന്ന ശക്തമായ തിരമാലകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ടർബൈനുകളെ കറക്കുന്നു. ഓക്കെ, ഇങ്ങനെ വൈദ്യുതി ഉൽപാദനം നടത്തുന്നു. സമുദ്രതീരങ്ങളിൽ സമുദ്രജലം സംഭരിക്കാൻ റിസർവോയറുകൾ നിർമ്മിക്കുന്നു. ശക്തമായ വേലിയേറ്റ സമയത്ത് കടൽ വെള്ളം ഈ ജലസംഭരണിയിൽ പ്രവേശിക്കുന്നു. വേലിയിറക്ക സമയത്ത് സംഭരണികളിൽ ശേഖരിച്ചിട്ടുള്ള ജലം തുറന്നുവിടുന്നു. വേലിയേറ്റ സമയത്ത് അകത്തേക്കും വേലിയിറക്ക സമയത്ത് പുറത്തേക്കും ജലം ശക്തമായി നീങ്ങുന്നതിന്റെ ഫലമായി ടർബൈനുകൾ കറങ്ങുന്നു. ഇതുവഴിയും വൈദ്യുതി ഉൽപാദനം നടക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ, പോയിന്റ് ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് സമുദ്രങ്ങൾ ഒരുക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ. നമ്മുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് മത്സ്യം, അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു മത്സ്യവിഭവം, കൂടുതൽ കഴിക്കുന്നത് മത്സ്യവിഭവങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടം അതായിരിക്കുള്ളൂ. ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങൾ ജപ്പാൻ, പെറു, ചൈന, നോർവേ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന നാടുകൾ എന്ന് പറഞ്ഞാൽ അറിയാം ഏതൊക്കെയാണ്? ജപ്പാൻ ഉണ്ട്, പെറു ഉണ്ട്, ചൈന ഉണ്ട്, നോർവേ ഉണ്ട്, അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത്. കടലിലെ സസ്യജന്തുജാലങ്ങൾ നിരവധി ഔഷധ സസ്യങ്ങളുടെ സ്രോതസ്സാണ്. അപ്പൊ എന്താണ് കടലിലെ സസ്യജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്? എന്താണ്? നിരവധി ഔഷധങ്ങളുടെ സ്രോതസ് എന്നാണ് പറയുന്നത്. ആന്റിബയോട്ടിക്കുകള്, സ്റ്റിറോയിഡുകള്, വൈറ്റമിനുകള് എന്നിവയുടെ ഉൽപാദനത്തിനായിട്ട് സമുദ്രത്തിലെ സസ്യജന്തുജാലങ്ങളെ ഉപയോഗിക്കുന്നു. പലതരം മരുന്നുകളുടെ നിർമ്മാണത്തിനും ഇവ പ്രയോജനപ്പെടുത്തുന്നു. അതായത് നമ്മൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല കടലിലെ സ്രോതസ് സസ്യജന്തുജാലങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്, മറിച്ച് എന്തിനാണ്? മരുന്നിനായിട്ട്, അല്ലെ? ആന്റിബയോട്ടിക്സിന്റെ നിർമ്മാണത്തിന്, സ്റ്റിറോയിഡുകളുടെ നിർമ്മാണത്തിന്, വൈറ്റമിനുകളുടെ നിർമ്മാണത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പലതരം ഡ്രഗ്സിന്റെ ഉൽപാദനത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കടലിലെ സസ്യജന്തുജാലങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി കടൽ വെള്ളത്തിൽ നിന്നും കുടിവെള്ളം. കടൽ വെള്ളത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാനാവും
ശുദ്ധീകരിച്ചിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് കുടിവെള്ളമാക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെ മാർഗങ്ങളിലൂടെ കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കാം? ചുവടെ കാണുന്ന ചാർട്ട് പരിശോധിക്കൂ. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളാണ് കേട്ടോ. ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കൽ, അതായത് എന്താണ്, നമ്മുടെ കടൽ വെള്ളത്തിൽ നിന്ന് വേർതിരിക്കും, ജലം വേർതിരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ കടൽ വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്യും, ആ ഒരു ജലം വേർതിരിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് സ്വേദനത്തിലൂടെ, അതുപോലെ തന്നെ ബാഷ്പീകരണം, സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെയാണ് ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു തന്നെ വെക്കാം കേട്ടോ. ലവണജലത്തിൽ നിന്ന്, ഇതങ്ങനെ ജോഗ്രഫി ബേസ്ഡ് ആയിട്ട് അങ്ങനെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും കെമിസ്ട്രിയിലൊക്കെയാണെന്ന് തോന്നുന്നു സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം ഒക്കെ ഉണ്ടാവുക കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കുന്നത് എങ്ങനെയാണ്? സ്വേദനത്തിലൂടെയും ബാഷ്പീകരണത്തിലൂടെയും സാന്ദ്രീകരണത്തിലൂടെയുമാണ് അങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. ഇനി ലവണജലത്തിൽ നിന്നും ലവണം വേർതിരിക്കൽ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ലവണജലത്തിൽ നിന്നും ജലം വേർതിരിക്കുക ചെയ്യുന്നത്. അതിന്റെ പ്രോസസ്സാണ് സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം. എന്നാല് ലവണജലത്തിൽ നിന്നും ലവണം വേർതിരിക്കല് ഇലക്ട്രോഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നീ മാർഗങ്ങളിലൂടെയാണ് കേട്ടോ. അപ്പൊ ലവണജലത്തിൽ നിന്ന് ലവണം വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോഡയാലിസിസും അതുപോലെ തന്നെ വിപരീത ഓസ്മോസിസും. എന്നാൽ ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കുന്ന പ്രക്രിയയാണ് സ്വേദനവും ബാഷ്പീകരണവും സാന്ദ്രീകരണം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ സമുദ്രജല സ്വേദനം എന്ന മാർഗ് ഉപയോഗിച്ച് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നു. അപ്പൊ ചിലയിടങ്ങളില് സ്വേദനം എന്ന മാർഗ് ഉപയോഗിച്ചിട്ടാണ് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നത്. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നത് ഈ രീതിയിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് എന്താണ്? ദ്വീപാണല്ലേ അത്. അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് വെള്ളം കുടിക്കാന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ എന്താണ്, ചുറ്റും എന്താണ്, കടലാണല്ലേ. അപ്പൊ എന്താണ്, ഉപ്പാണ്, ആ വെള്ളത്തിൽ കൂടുതൽ ഉപ്പാണ്. എങ്ങനെ അവർ ഇതാക്കും, അല്ലെ? നമുക്കൊരു ഇതുണ്ടാവും അല്ലെ. പക്ഷെ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ സ്വേദനമാണ് കേട്ടോ. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നത് എങ്ങനെയാണ്? സ്വേദനം വഴിയിട്ടാണ് അവിടുത്തെ കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത്. ഓക്കെ, ഇനി താഴെ സൂചിപ്പിച്ചിട്ടുള്ള സമുദ്രങ്ങൾ മനുഷ്യന് നൽകുന്ന മറ്റു പ്രയോജനങ്ങളാണ് കൂടുതൽ കണ്ടെത്തൂ. ഓക്കെ, അപ്പൊ മത്സ്യബന്ധനം, മത്സ്യ സംസ്കരണം, മത്സ്യവിപണനം പോലുള്ള മേഖലയിൽ ധാരാളം തൊഴിൽ സാധ്യതകൾ പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ വിനോദസഞ്ചാര സാധ്യതകളുണ്ട്. ഭാരമേറിയ വസ്തുക്കൾ ചെലവ് കുറഞ്ഞ മാർഗത്തിലൂടെ വൻകരകളിൽ നിന്നും വൻകരകളിലേക്ക് കൊണ്ടുപോകാൻ സമുദ്ര ഗതാഗതം പ്രയോജനകരമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിനകത്തുള്ളത് കേട്ടോ. വേറെ അധികം ഇല്ല. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്നും കൂടി പറഞ്ഞു തരാം പഠിക്കാനുള്ളത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മള് സമുദ്രങ്ങളാണ് ആദ്യം നോക്കിയത്. ഫസ്റ്റ് വൺ എന്താണ്? ഉൾക്കടലിന് നോക്കിയിരിക്കുക. അതുപോലെ കടലെടുക്ക് എന്താണ്, കടൽ എന്താണെന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ സമുദ്രങ്ങള് എല്ലാം പഠിച്ചിരിക്കുക. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് വേണ്ടാത്തതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള പോയിന്റുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പഠിക്കാം. കിട്ടിയിട്ടില്ല. എന്താ? ഈ പാഠത്തിന് ഫസ്റ്റ് ഈ ചാപ്റ്ററിന്റെ തുടക്കം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പുതിയ ബാച്ചായുണ്ട്. പുതിയ ബാച്ചാണോ നിങ്ങള്? അതെ. ആണല്ലേ. ഓ, റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റില്ല നിങ്ങക്ക്? ഇതിന്റെ റെക്കോർഡ് ക്ലാസ് വന്നിട്ടില്ല. വന്നിട്ടില്ലല്ലേ? യൂട്യൂബിലുണ്ടാവും. നിങ്ങൾക്ക് ഇട്ട് തരില്ലേ അപ്പോ? ഗൂഗിൾ ക്ലാസ് ഇതിന്റെ ക്ലാസ് വന്നിട്ടില്ല. ബാക്കി കുറെ നോട്ട്സുകൾ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെയും യൂട്യൂബിലുണ്ടാവും. ഉണ്ടാവും. യൂട്യൂബിൽ ഉണ്ടാവും. എന്തായാലും കിട്ടും കേട്ടോ. ഓക്കെ, എല്ലാം എന്തായാലും കിട്ടും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങളൊന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നൊരു എക്സാം എടുത്ത് നോക്കാം കേട്ടോ. കാര്യം ചോദിച്ചിരുന്നോ? ഏതാ മോളെ? ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ, ഒരു ജസ്റ്റ് ഒരു സെക്കൻഡേ.
മോക്ക് ടെസ്റ്റിന്റെ കാര്യം ചോദിച്ചിരുന്നില്ലേ നിങ്ങള്? അത് രാവിലെ 10 മണിയുടെ ആണോ അല്ലെങ്കിൽ വൈകിട്ട് 4 മണിയുടെ ആണോ കിട്ടാത്തെ? രണ്ടും കിട്ടുന്നില്ല. രണ്ടും കിട്ടുന്നില്ല. 10 മണിക്ക് ഏത് ക്ലാസ് ആണെന്ന് ഒന്നും കൂടി പറയോ? രണ്ടും കിട്ടാത്തവര് ക്ലാസ് ഒന്ന് പറയോ? ബാച്ച് പറയോ? ബാച്ച് PSC 45, PSC 17, 45, PSC 28, 17 28 3 ഉണ്ട്, 28 3 N3 ആണോ അല്ലെങ്കിൽ 6 month 3 അങ്ങനെ പലതുണ്ടല്ലോ. N3 ആണോ അല്ലെങ്കിൽ 6 month 3 അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മിസ്സേ, ഞങ്ങളൊക്കെ ആദ്യത്തെ ബാച്ചാ. ആദ്യത്തെ ബാച്ച് വേറെ നമ്പർ ഇല്ല. കംപ്ലീറ്റ് ആയതാണോ? എന്താണ്? ക്ലാസ് നിങ്ങളുടെ കംപ്ലീറ്റ് ആയതാണോ? അത് 1 year ആയവരുണ്ട്, പിന്നെ 6 month ആയവരൊക്കെ ഉണ്ട്. അപ്പൊ എന്താ റീസൺ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 1 year കഴിഞ്ഞതാ. സാധാ 9 months ആണ് ക്ലാസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കപ്പ് ആണ് തരുന്നതെന്നാ പറയുന്നേ. അപ്പൊ നമുക്കത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേന്നൊന്ന് ചോദിക്കുന്നു. ഈ ജനുവരി സ്റ്റാർട്ട് ആയവരുണ്ട് മിസ്സേ. ഈ ജനുവരിയിൽ സ്റ്റാർട്ട് ആയവരുണ്ട്. ഉണ്ട്. അത് PSC 6 month ആണോ ജനുവരിയിൽ സ്റ്റാർട്ട് ആയവര്? അല്ല, 1 year പറഞ്ഞേക്കുന്നത്. 23 ആണ് നമ്മുടെ ബാച്ചിൽ പറഞ്ഞിട്ടുള്ളത്. ജനുവരി സ്റ്റാർട്ട് ആയവർ 6 months PSC എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ ഗ്രൂപ്പ് ഉള്ളത്. ജനുവരിയിൽ സ്റ്റാർട്ട് ആയവര് 6 month PSC എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഗ്രൂപ്പ് ഉള്ളത്. റിവിഷൻ എന്നാ പറഞ്ഞേ. പിന്നെ ഇനിയിപ്പോ അത് കിട്ടണമെങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേന്ന്. പക്ഷെ ആദ്യം ബാച്ചിലുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം ഉണ്ടായിരുന്നു. അതെ ആണല്ലേ. 6 monthലല്ല, 6 monthല് കൂടുതലുണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യോട്ടെ, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് ഇവര് നോക്കും. എന്നിട്ട് എന്തായാലും അടുത്ത തന്നെ ഇതിനുള്ള പരിഹാരം കാണാം കേട്ടോ. ഓക്കെ. ശരി. അപ്പോ നമ്മള് പറഞ്ഞു വന്നത് ഇതാണ്. സമുദ്രങ്ങളുടെ ജസ്റ്റ് അതുള്ളതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ദ്വീപുകളും ഉപദ്വീപുകളും. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാ മതി. എന്താണെന്ന് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ദ്വീപുകളും ഉപദ്വീപുകളും എന്നുള്ളത്. പിന്നെ കടൽ വെള്ളത്തിന്റെ രസതന്ത്രം എന്ന് പറയുന്ന ആ ഒരു ടേബിള് കൊടുത്തിട്ടില്ലേ, അതൊന്ന് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ സമുദ്ര ചക്രവാതം എന്ന് പറഞ്ഞില്ലേ, അതെന്താ? ചക്രവാതം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു കറക്റ്റ് മീനിങ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. ചക്രവാതം അല്ലേ മോള് ചോദിച്ചേ? ചക്രവാത ചുഴിയാണ്. അടുത്ത ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. തെറ്റ് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക്. ഓക്കെ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് സമുദ്രചലനങ്ങൾ, തിരമാലകള്, വേലികള്, ജലപ്രവാഹങ്ങൾ കേട്ടോ. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ് കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. തിരമാലകള്, തിരാശിഖരം എന്താണ്, തിരാതടം എന്താണ്, അതൊക്കെ ഒരു പോയിന്റും വിടാതെ പഠിച്ചു വെക്കുക. പിന്നെ വേലികൾ എന്താണ്, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് വേലികൾ പറഞ്ഞു. എന്താണ് വേലികൾ, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, വേലി ഏറ്റവും എന്താണ്, വേലി ഇറക്കം എന്താണ്, അത് നോക്കുക. പിന്നെ വാവുവേലി എന്താണ്, സപ്തമി വേലി എന്താണെന്ന് നോക്കുക. ഇതൊക്കെ നോക്കുക കേട്ടോ. പിന്നെ സമുദ്രജല പ്രവാഹങ്ങള് എന്താണ്, ഉഷ്ണജല പ്രവാഹം എന്താണ്, ശീതജല പ്രവാഹങ്ങൾ നോക്കാം. പിന്നെ പ്രവാഹങ്ങൾ തന്നിരുന്നു പസഫിക്കിലെയും അറ്റ്ലാന്റിക്കിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. പസഫിക് സമുദ്രത്തിലെ മൂന്നാമത്തെ പ്രവാഹം എന്ന് പറയാമോ? മൂന്നാമത്തെ ആണോ മോളെ? അലാസ്ക കേട്ടോ, അലാസ്ക പ്രവാഹം. താങ്ക് യു. ഓക്കെ. അത്രേ ഉള്ളൂ.
കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം ഉഷ്ണജല പ്രവാഹം, അതായത് ഈ പ്രവാഹങ്ങളെ തന്നെ ഉഷ്ണജല പ്രവാഹമെന്നും അതുപോലെ തന്നെ ശീതജല പ്രവാഹമെന്നും തിരിച്ചിട്ടുണ്ട്. അത് രണ്ട് ടേബിളില് 2 ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിന്. അപ്പൊ അത് രണ്ടും വെവ്വേറെ അടുത്ത ക്ലാസ്സിൽ ഞാൻ എഴുതിക്കൊണ്ട് വരാം. അത് നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചത് ഞാനിപ്പോ പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിലൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സാം ആയിട്ട് എടുത്തു നോക്കാം. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ മിസ്സിന്റെ ക്ലാസ്സിൽ മൺഡേ ആണോ? എന്റെ ക്ലാസ് മൺഡേ ആണ് മോളെ. ഇന്ന് ഞാൻ സാറ്റർഡേ വന്നതാണ് കേട്ടോ. മൺഡേ ആണ്. ഈ മൺഡേ ഉണ്ടാവില്ല, നെക്സ്റ്റ് മൺഡേ ആയിരിക്കുള്ളൂ കേട്ടോ ഇനി. അപ്പൊ അടുത്ത മൺഡേ പഠിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചക്രവാതം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ എന്താ മോനെ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കേക്കുന്നില്ല. പ്രവാഹം എന്താണെന്നോ? പ്രവാഹം എന്താണെന്നോ? സമുദ്രജല പ്രവാഹമാണോ ചോദിക്കുന്നേ? ഓക്കെ, നോക്കി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം കേട്ടോ. നമ്മൾ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് പോകുമ്പോൾ എന്താണ്, ഒരു തുടർച്ച ഉണ്ടാവും അല്ലെ? ആ തുടർച്ചയായിട്ടുള്ള ഒരു പ്രവാഹത്തിനെയാണ് എന്ത് പറയുന്നേ? സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. ഈ സമുദ്രജല പ്രവാഹത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഉഷ്ണജല പ്രവാഹമെന്നും മറ്റൊന്ന് ശീതജല പ്രവാഹമെന്നും തിരിച്ചിട്ടുണ്ട്. 2 തരത്തിലുണ്ട് കേട്ടോ. ഓക്കെ, അതിന്റെ 2 ടേബിള് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്, ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. നമ്മിപ്പോ പല സമുദ്രത്തിലെയും പ്രവാഹങ്ങൾ എഴുതിയിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ കൂടി നമുക്ക് ഉഷ്ണജല പ്രവാഹമെന്നും ശീതജല പ്രവാഹമെന്നും 2ആയിട്ട് തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.